ഒളിഞ്ഞിരിക്കുന്ന ഒരപകടമുണ്ട്. അത് അലൂമിനിയം ടോക്സിസിറ്റി, മൈക്രോ പ്ലാസ്റ്റിക് ടോക്സിസിറ്റി എന്നിവയാണ്. എത്ര മെഡിസിൻസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ രക്തത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് നിലനിർത്താൻ കഴിയാതെ വരുന്ന അവസ്ഥ, HB കുറയുക, അയൺ ഫെറിറ്റിൻ ലെവലുകൾ കുറയുക, ബ്രെയിൻ ഫോഗിങ് കൂടുതലായി അനുഭവിക്കുന്നവരെ, പാരാതൈറോയ്ഡ് ഹോർമോണുകളുടെ ഡിസോറിയൻറ്റേഷൻസ്, എല്ലിൻ്റെ ബലം കുറയുക, എല്ല് എവിടെയെങ്കിലും ശരീരം മുട്ടുമ്പോൾ എല്ലിന് ഭയങ്കരമായ വേദന ഉണ്ടാവുക, ന്യൂറോ ഡീജനറേറ്റീവ് കണ്ടീഷൻസ്, അതായത് അൽസിമേഴ്സ്, ഓട്ടിസം, ഇതിലൊക്കെ അലൂമിനിയം ടോക്സിസിറ്റി വളരെ ഹൈ ആയിട്ട് ഇങ്ങനത്തെ പേഷ്യൻസിൽ കാണുന്നുണ്ട്. ഫുഡ് പൊതിയാൻ ഉപയോഗിക്കുന്ന അലൂമിനിയം ഫോയിലുകൾ, നമ്മളുടെ കുഞ്ഞുമക്കൾക്ക് പലപ്പോഴും ഭക്ഷണം പൊതിഞ്ഞു കൊടുക്കുന്നത് ഈ അലൂമിനിയം ഫോയിലുകൾക്കുള്ളിലാണ്. ഹൈപ്പോ തൈറോയിഡ് പോലുള്ള കണ്ടീഷൻസ്, അവിടെയുള്ളവർക്ക് എത്ര തൈറോയ്ഡ് ബാലൻസ് ചെയ്താലും ബ്ലഡിൽ നമ്മുടെ തൈറോയ്ഡ് ബാലൻസ്ഡ് ആയിട്ട് കാണും. അപ്പോൾ നമ്മൾ നോക്കുമ്പം നമ്മുടെ ബോഡിയിൽ ആൻറ്റിബോഡി പ്രസൻസ് ചിലപ്പോൾ ഇല്ലാതിരിക്കാം. അപ്പോൾ ആൻറ്റിബോഡി പ്രസൻസ് കുറഞ്ഞാൽ പോലും വീണ്ടും ഈ തൈറോയ്ഡിൻ്റെ എല്ലാവിധ ലക്ഷണങ്ങളും നമ്മുടെ ശരീരത്തിലുണ്ടാകും. ബ്രെയിൻ ഫോഗിങ്, കൊച്ചുകുട്ടികളിൽ ഉണ്ടാകുന്ന ബ്രെയിൻ ഫോഗിങ്, അവരെ രാവിലെ സ്കൂളിൽ പോകാൻ റെഡി അല്ലാതിരിക്കുന്ന ഒരു മൊമെൻറ്റിൽ നമ്മൾ പറയും അവന് മടിയാണ്, കട്ടിൽ നിന്ന് എഴുന്നേറ്റിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ് എന്നുള്ളത്. ഓൾമോസ്റ്റ് ഇങ്ങനത്തെ കേസസിൽ ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അലൂമിനിയം ടോക്സിസിറ്റി വലിയൊരു വില്ലനായിട്ട് കാണാറുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഡിസോർഡേഴ്സ്, ബിഹേവിയറൽ ഡിസോർഡേഴ്സ് ഒക്കെ വളരെയധികം കൂടുകയാണ്. അലൂമിനിയം ഡീറ്റോക്സ് ചെയ്യാനായിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെൻറ്റുകൾ അവൈലബിൾ ആണ്. അതായത് ഹെയർ മിനറൽ അനാലിസിസ് വഴി തന്നെ നമുക്കതിൻ്റെ ടോക്സിക് കണ്ടൻറ്റുകളെ കണ്ടെത്താൻ കഴിയും. ഈ ടോക്സിസിറ്റി റിമൂവ് ചെയ്യാൻ ഇന്ന് ശാസ്ത്രീയമായ മാർഗ്ഗങ്ങളുണ്ട്. മനുഷ്യ ജീവിതത്തിന് തന്നെ ഏറ്റവും കൂടുതൽ ശ്രമകരവും ആസ്വാദികരമായ ജീവിതം ബിൽഡ് ചെയ്യാൻ സാധിച്ചത് അലൂമിനിയം പ്ലാസ്റ്റിക് പോലുള്ള മെറ്റലുകളുടെയും ഒക്കെ കണ്ടുപിടുത്തങ്ങളോടുകൂടിയാണ്. ശാസ്ത്രലോകത്തിനും വ്യവസായ ലോകത്തിനും ഇത് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ് നമ്മുടെ സുഗമമായ ജീവിതത്തിനും. പക്ഷേ അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരപകടമുണ്ട്. അത് അലൂമിനിയം ടോക്സിസിറ്റി, മൈക്രോ പ്ലാസ്റ്റിക് ടോക്സിസിറ്റി എന്നിവയാണ്. അലൂമിനിയം നമ്മുടെ ശരീരം വർക്ക് ചെയ്യാൻ വളരെ അത്യന്താപേക്ഷിതമായൊരു എലമെൻ്റായിട്ട് തോന്നുന്നില്ല. അതിൻ്റെ ബെനിഫിറ്റ്സും അങ്ങനെ കാണുന്നില്ല. എന്നാൽ ഇത് മനുഷ്യൻ്റെ ശരീരത്തിൽ ടോക്സിസിറ്റി ഉണ്ടാക്കുകയും ദൈനംദിന ജീവിതത്തെയും മെറ്റബോളിസത്തെയും, അതായത് നമ്മുടെ ശരീരത്തിൽ ഊർജ്ജം ഉണ്ടാക്കുകയും അത് ഉപയോഗിക്കാൻ വേണ്ട ചാനലുകളിലേക്ക്, ഊർജ്ജത്തെ വിനിമയിക്കാൻ വേണ്ട മേഖലകളിലേക്ക് അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഏരിയയിൽ, അതുപോലെ തന്നെ ഫ്രീക്വൻ്റായിട്ട് എത്ര മെഡിസിൻസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ രക്തത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് നിലനിർത്താൻ കഴിയാതെ വരുന്ന അവസ്ഥ, HB കുറയുക, അയൺ ഫെറിറ്റിൻ ലെവലുകൾ കുറയുക, ഇങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ അനുഭവിക്കുന്നവർ, പിന്നെ അതുപോലെ തന്നെ ബ്രെയിൻ ഫോഗിങ് കൂടുതലായി അനുഭവിക്കുന്നവർ, നമ്മളുടെ പാരാതൈറോയ്ഡ് ഹോർമോണുകളുടെ ഡിസോറിയൻറ്റേഷൻസ്, അതുപോലെ തന്നെ അലൂമിനിയം കാൽഷ്യവുമായിട്ട് റീപ്ലേസ് ചെയ്ത് ശരീരത്തിലും ബ്ലഡിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഉണ്ടാക്കുന്ന അസ്വസ്ഥതകൾ, എല്ലിൻ്റെ ബലം കുറയുക, അല്ലെങ്കിൽ എല്ല് എവിടെയെങ്കിലും ശരീരം മുട്ടുമ്പോൾ എല്ലിന് ഭയങ്കരമായ വേദന ഉണ്ടാകുക, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരിൽ ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും അലൂമിനിയം ടോക്സിസിറ്റി ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഒന്നാണ് ന്യൂറോ ഡീജനറേറ്റീവ് കണ്ടീഷൻസ്, അതായത് അൽസിമേഴ്സ്, ഓട്ടിസം, ഇതൊക്കെ ഈ ഒരു വിഭാഗത്തിൽ വരുന്നതാണ്. ഇതിലൊക്കെ അലൂമിനിയം ടോക്സിസിറ്റി വളരെ ഹൈ ആയിട്ട് ഇങ്ങനത്തെ പേഷ്യൻസിൽ കാണുന്നുണ്ട്. അലൂമിനിയം ടോക്സിസിറ്റി എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഇത്രയേറെ പോകുന്നതെന്ന് ഓൾമോസ്റ്റ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മളുടെ ഡ്രിങ്കിങ് വാട്ടർ ഒന്ന്, പിന്നെ നമ്മളുടെ കുക്കിംഗ് യൂട്ടൻസിൽസ്, വീട്ടിൽ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും നമ്മുടെ അലൂമിനിയം ആയിരിക്കും. അപ്പോൾ അത്, പിന്നെ ഫുഡ് പൊതിയാൻ ഉപയോഗിക്കുന്ന അലൂമിനിയം ഫോയിലുകൾ, പിന്നെ മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള എക്യുപ്മെൻറ്റുകൾ, ദൈനംദിനം ജീവിതത്തിൽ ഇൻ്ററാക്ട് ചെയ്യപ്പെടുന്ന പല ഉപകരണങ്ങളിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് ഇതിൻ്റെ ഒരു കടന്നുകയറ്റം ഉണ്ടാവുകയും നമ്മൾ ശ്വസിക്കുന്നതോടൊപ്പം തന്നെ അലൂമിനിയത്തിൻ്റെ ചെറിയൊരു കണ്ടൻറ്റ് പോവുകയും, പിന്നെ മറ്റൊന്നാണ് വളരെ വൈഡായിട്ട് ആളുകൾ യൂസ് ചെയ്യുന്നതാണ് ആൻറ്റാസിഡുകൾ, ഗ്യാസ്ട്രിക് ചലഞ്ചസിനൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ, അത് പലപ്പോഴും ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാതെ തന്നെ ഒരു പ്രാവശ്യം ഡോക്ടർ ആൻറ്റാസിഡ് തന്നു, വയറ്റിലെ അസ്വസ്ഥത കുറഞ്ഞു, അത് ഡോക്ടർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഡോക്ടർ ഏത് കണ്ടീഷനിലാണ് പ്രിസ്ക്രൈബ് ചെയ്തതെന്ന്. നമ്മൾ വയറ്റിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ആൻറ്റാസിഡ് പോലുള്ള സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കും. അപ്പം ഇത്തരം മെഡിസിൻസിലൂടെയും ഒക്കെ പോകുന്നുണ്ട്. നമുക്കറിയാം പലതും അലൂമിനിയം ഫോയിലുമായി കണക്റ്റഡ് ആയിട്ട് തന്നെയാണ് നമ്മുടെ വീട്ടിലെത്തുന്നത്. നമ്മളുടെ കുഞ്ഞുമക്കൾക്ക് പലപ്പോഴും ഭക്ഷണം പൊതിഞ്ഞു കൊടുക്കുന്നത് ഈ അലൂമിനിയം ഫോയിലുകൾക്കുള്ളിലാണ്. അലൂമിനിയത്തിൽ കുക്ക് ചെയ്ത് തന്നെ ആയിരിക്കും അലൂമിനിയം ഫോയിലുകളിലേക്ക് വെച്ച് ചൂട് പോകാതെയൊക്കെ നൈസായിട്ട് പാക്ക് ചെയ്ത് ഒക്കെ കൊടുത്തുവിടും.
പക്ഷേ നമ്മൾ അറിയുന്നില്ല, നമ്മൾ ഈ ഒരു പ്രക്രിയയിലൂടെ എത്രമാത്രം ടോക്സിസിറ്റിയാണ് ആ ഒരു മനുഷ്യരിലേക്ക്, മക്കളിലേക്കാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളിലേക്ക് തന്നെ നമ്മൾ എത്തിക്കുന്നത് എന്നാണ്. ഒരു പരിധിയിലധികം അലൂമിനിയം ടോക്സിക്കായി ശരീരത്തിൽ അടിഞ്ഞുകൂടുമ്പം ഏകദേശം 10 മൈക്രോഗ്രാം മുതൽ 60 വരെയൊക്കെ വലിയ ടോക്സിസിറ്റി ഇല്ലാതെ പോകുന്നതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ന്യൂറോ ഡീജനറേറ്റീവ് ചലഞ്ചസ് ഉള്ള അല്ലെ ഓട്ടിസം, ADHD പോലുള്ള കണ്ടീഷൻസ് ഉള്ള കുട്ടികളിൽ ഇത് 10 മൈക്രോഗ്രാമിൽ താഴെ തന്നെ നിർത്തണം. എന്നാലേ ബാക്കിയുള്ള മെറ്റബോളിസത്തെയും ഹോർമോണൽ ഡെവലപ്മെൻറ്റിനെയും ഹോർമോണൽ കമ്മ്യൂണിക്കേഷനെയും ഒക്കെ ഇത് സഹായിക്കത്തുള്ളൂ. അതേപോലെ തന്നെ ഈ അലൂമിനിയത്തിന് ജീനിൻ്റെ എക്സ്പ്രഷൻസിൽ ചേഞ്ച് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ എപ്പിജനറ്റിക് ആയിട്ടുള്ള ചേഞ്ചുകൾ, അതായത് ജീനിൻ്റെ DNA മാറ്റം ഉണ്ടാക്കാതെ തന്നെ എക്കോസിസ്റ്റം മാറ്റമുണ്ടാക്കി ഉണ്ടാകുന്ന അസ്വസ്ഥതകളും അസുഖങ്ങളുമാണ് എപ്പിജനറ്റിക് കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെ മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കാം. അതുപോലെ മറ്റൊന്നാണ് നമ്മുടെ മെൻ്റൽ വെൽനെസ്സുമായി കണക്റ്റഡ് ആയിട്ടുള്ള തൈറോയിഡ്, PCOD പോലുള്ള കണ്ടീഷൻസ് ഉള്ള ആളുകളിൽ ഈ അലൂമിനിയം ടോക്സിസിറ്റി മെൻ്റൽ വെൽനെസ്സുമായി വളരെയധികം കണക്റ്റഡ് ആണ്. ഇത് പലപ്പോഴും പല ന്യൂറോ ട്രാൻസ്മിറ്ററുകൾക്കും ഹിൻഡ്രൻസ് ആയിട്ട് നിൽക്കും. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ നിന്നും ബ്രെയിനിലേക്കുമുള്ള കമ്മ്യൂണിക്കേഷൻസ്, ന്യൂറോൺസ് മുഖേനയുള്ള കമ്മ്യൂണിക്കേഷൻസ് വളരെ ഒരു ഹോർമോൺ ഫോമിലേക്കാണ് പോകുന്നത്. അപ്പോൾ പലപ്പോഴും പല ഹോർമോണാണ് ഈ കമ്മ്യൂണിക്കേഷനെ നിർവഹിച്ചു തരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സുപരിചിതമായ 2-3 എണ്ണമാണ് സെറട്ടോണിൻ, ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ ഒക്കെ. ഇങ്ങനെയുള്ള ഹോർമോണുകളുടെ സിന്തസിസും അവയുടെ കമ്മ്യൂണിക്കേഷനും എറർ ഉണ്ടാക്കുന്നുണ്ട് അലൂമിനിയം ടോക്സിസിറ്റി. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഹൈപ്പോ തൈറോയിഡ് പോലുള്ള കണ്ടീഷൻസ്, അവിടെയുള്ളവർക്ക് എത്ര തൈറോയ്ഡ് ബാലൻസ് ചെയ്താലും ബ്ലഡിൽ നമ്മുടെ തൈറോയ്ഡ് ബാലൻസ്ഡ് ആയിട്ട് കാണും. അപ്പോൾ നമ്മൾ നോക്കുമ്പം നമ്മളുടെ ബോഡിയിൽ ആൻറ്റിബോഡി പ്രസൻസ് ചിലപ്പോൾ ഇല്ലാതിരിക്കാം. അപ്പോൾ ആൻറ്റിബോഡി പ്രസൻസ് കുറഞ്ഞാൽ പോലും വീണ്ടും ഈ തൈറോയ്ഡിൻ്റെ എല്ലാവിധ ലക്ഷണങ്ങളും നമ്മളുടെ ശരീരത്തിലുണ്ടാകും. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ അലൂമിനിയം ഡീറ്റോക്സ് ചെയ്ത് തന്നെ കളയണം. അപ്പോൾ അലൂമിനിയം ഡീറ്റോക്സ് ചെയ്യാനായിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെൻറ്റുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അലൂമിനിയം ടോക്സിസിറ്റി ഉണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള ടെസ്റ്റുകൾ, ഇപ്പം വെറുതെ ഒരാൾ ഒരു വീഡിയോയിൽ പറയണത് കേട്ടു എന്ന് വിചാരിച്ച് അലൂമിനിയം ടോക്സിസിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ അറിയേണ്ടത് ശാസ്ത്രീയമായി തന്നെ നമ്മൾക്ക് തിരിച്ചറിയാവുന്നതാണ്. നെയില്, ബ്ലഡ്, യൂറിൻ ആൻഡ് ഹെയർ, ഇതിൽ ഏറ്റവും കൂടുതൽ ആക്യുറസി കണ്ടെത്തിയിരിക്കുന്നത്, ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആക്യുറസി എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നത് ഹെയർ ടോക്സിസിറ്റിയിലാണ്. അതായത് ഹെയർ മിനറൽ അനാലിസിസ് വഴി തന്നെ നമുക്കതിൻ്റെ ടോക്സിക് കണ്ടൻറ്റുകളെ കണ്ടെത്താൻ കഴിയും. അതിനെ അതേപോലെ തന്നെ കണ്ടെത്തിയ ടോക്സിൻസിനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് റിമൂവ് ചെയ്യാനും നമ്മുടെ ശരീരം കുറച്ചും കൂടി എഫീഷ്യൻ്റ് ആയിരിക്കാനും നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, പിന്നെ ചിലതൊക്കെ നമുക്ക് ഒഴിച്ചു കൂട്ടാൻ പറ്റത്തില്ല. ചിലതിനകത്ത് അലൂമിനിയം വരുമ്പോൾ അത് നമുക്ക് തടയാനും വഴിയില്ല. ചില മെഡിസിൻസിനകത്ത് ഒക്കെ നമുക്കറിയാൻ പറ്റില്ല എങ്ങനെയാണ് അലൂമിനിയം കയറി വരുന്നത് എന്നൊക്കെ. അപ്പോൾ അതൊന്നും വലിയൊരു എമൗണ്ടിലല്ല കേട്ടോ വരുന്നത്. പക്ഷേ അതിങ്ങനെ അടിഞ്ഞ് ശരീരത്തിൽ ഡെപ്പോസിറ്റ് ചെയ്ത് എൻഡോക്രൈൻ ഡിസ്ട്രപ്റ്റേഴ്സിനെ, അതായത് നമ്മളുടെ ഹോർമോൺസിനെ ഹിൻഡറൻസ് ഉണ്ടാക്കുന്ന കുറേ ഘടകങ്ങളെ ഉണ്ടാക്കും. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ നോർമൽ ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് വൈറ്റമിൻ ഡിയുടെ ഉൽപ്പാദനം ഇൻഡസ്ട്രീനിൽ തടയാൻ അലൂമിനിയം ടോക്സിസിറ്റിക്ക് കഴിയുന്നു. അപ്പോൾ ഇങ്ങനെ പല മാനങ്ങളിൽ നമ്മളുടെ ശരീരത്തിൻ്റെ എഫിഷ്യൻസിയെ കുറയ്ക്കുക, മനസ്സും ശരീരവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നമുക്ക് മറ്റെല്ലാത്തിനേക്കാളും ഇമ്പോർട്ടൻ്റാണ് ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ, അല്ലേ? അപ്പോൾ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ഓവർലോഡഡ് ആയിട്ട് മനുഷ്യന്മാരിങ്ങനെ മടുത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം ഇതിന് ഇത് ചെയ്യൂ, അതിനത് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഇങ്ങനെ വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ ഇതിനെ സയൻറ്റിഫിക്കായി മെഷർ ചെയ്തിട്ട് സയൻറ്റിഫിക്കായി തന്നെ ട്രീറ്റ് ചെയ്യുന്ന ആളുകളെ സമീപിക്കലാണ് ഏറ്റവും നല്ലത്. കാരണം എല്ലാത്തിനും ഒരു മെഷർമെൻറ്റ് ആവശ്യമാണ്. നമ്മളുടെയൊക്കെ ലോജിക്കൽ ബ്രെയിനിന് അതൊരു പ്രൂഫുമാവും. അപ്പോൾ അലൂമിനിയം ടോക്സിസിറ്റി മനുഷ്യൻ്റെ നിത്യജീവിതത്തിൽ എത്രമാത്രം ഹിൻഡ്രൻസുകൾ സൃഷ്ടിക്കുന്നുണ്ട് എന്ന് ഓരോ കണ്ടീഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡീറ്റോക്സ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമാണ്, അവരതിൽ നിന്ന് റിലീവ് ചെയ്യുമ്പോഴാണ് അത് മനസ്സിലാകുന്നത്.
അപ്പോൾ അലുമിനിയം വളരെ മനുഷ്യജീവിതത്തെ ആസ്വാദികരമാക്കി തീർത്ത ഒരു എലമെൻ്റാണ് അലുമിനിയത്തിൻ്റെ കണ്ടുപിടുത്തം, അതിൻ്റെ വ്യാപകമായ ഉപയോഗം. ഇൻഡസ്ട്രിയൽ ഏരിയയിൽ താമസിക്കുന്നവർക്ക് അവരുടെ എയറിലൂടെ തന്നെ അത് ഉള്ളിലേക്ക് ഇൻഹെയിൽ ചെയ്യപ്പെടുമ്പോൾ തന്നെ അത് ഉള്ളിലേക്ക് പോകുന്നതായി ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നു ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് റിസർച്ച് പഠനങ്ങൾ, ഗവേഷണങ്ങൾ, അതിൻ്റെ പ്രബന്ധങ്ങൾ, അതേപോലെ തന്നെ പ്രൂഫുകൾ അവൈലബിൾ ആണ്. പബ്മെഡ് പോലുള്ള ഇൻഫർമേഷൻ സൈറ്റുകളിൽ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടെ പ്രൂഫ് സഹിതം അത് കാണാവുന്നതാണ്, നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. ഒരു കാര്യം നിങ്ങൾ നോക്കണം, ഈ അലൂമിനിയം ടോക്സിസിറ്റി നമ്മൾക്ക് ഏറ്റവും ഈസി ആയിട്ട് മാനേജ് ചെയ്യാവുന്നത് എങ്ങനെയാണ്? ടോക്സിക് ആണോ ഇല്ലയോ, ടോക്സിസിറ്റി ഉണ്ടായിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരു വലിയ പ്രശ്നങ്ങൾ ഉണ്ടായോ ഇല്ലയോ, അതും പോട്ടെ. അപ്പം അതിനുള്ളിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് ഒരു മാറ്റർ. രണ്ടാമതായിട്ട് ഈ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാഠിന്യം കുറയ്ക്കുക എന്നുള്ളത്. മൂന്നാമതായിട്ട് കൂടുതലായിട്ട് ശരീരത്തിൽ ടോക്സിസിറ്റി ഉണ്ടാവാതിരിക്കുക. അതിൽ ഏറ്റവും ആദ്യം ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കുടിവെള്ളമാണ്. കുടിവെള്ളം നമ്മൾ നല്ല കുടിവെള്ളം ഉപയോഗിക്കുക. കുടിവെള്ളത്തിൽ അതിൻ്റെ മിനറൽ ഇത് ഉറപ്പുവരുത്തുക. ഒരു കമ്പനിയുടെ അഡ്വർടൈസ്മെൻറ്റിൽ ഉറച്ചു നിൽക്കാതിരിക്കുക. മറ്റൊന്ന് എന്നുള്ളത് നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, കുക്കിങ്ങിന് ഉപയോഗിക്കുക, സെർവ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന പാത്രങ്ങൾ, ആ പാത്രങ്ങളൊന്ന് മാറ്റുക. അതെങ്ങോട്ട് മാറ്റാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോഴും അതിൻ്റെ കോട്ടിങ് നമ്മളുടെ ഉള്ളിലേക്ക് പോവുകയും അത് ടോക്സിസിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതുമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾക്ക് ചെയ്യാവുന്നത് എർത്തൻ പോട്ടിലേക്കോ അയൺ പോട്ടിലേക്കോ അല്ലെങ്കിൽ നമുക്ക് സ്റ്റീൽ പോട്ടിലേക്കോ മാറാവുന്നതാണ്, നല്ല സ്റ്റീല്. അപ്പോൾ ഇത്തരം വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ആദ്യത്തെ മാർഗം എന്ന് പറയുന്നത് ഇതാണ്. അതേപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഗ്ലാസ് ബോട്ടിൽസ് ഉപയോഗിച്ച് വെള്ളം ഉപയോഗിക്കുക. അപ്പോൾ വലിയൊരു ബെനിഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ മൂലം പ്രപഞ്ചത്തിനുണ്ടാകുന്ന ഹിറ്റ്, അപകടകരമായ പ്രതിസന്ധി, അടുത്ത ജനറേഷന് താമസിക്കാൻ മേലാത്തതുപോലെ പ്ലാസ്റ്റിക് അക്യുമുലേറ്റ് ചെയ്യുക. നിങ്ങളും ഞാനുമൊക്കെ ഒത്തിരി പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു വ്യത്യാസം വരും. അപ്പം ഈ നല്ല വെള്ളം നമ്മൾ കൃത്യമായി കണ്ടെത്തി കുടിക്കുന്നതിലൂടെ നല്ല ഒരളവ്, കാരണം നമ്മൾ മേടിക്കുന്ന ബോട്ടിൽ വാട്ടറിലൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നതായിട്ട് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ അത് ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ വെള്ളത്തിൻ്റെ ക്വാളിറ്റി നിലനിർത്തുക. നമ്മളുടെ ശരീരത്തിന് 70% എബോവ് വെള്ളമാണ്, ലിക്വിഡാണെന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ വെള്ളം ബാലൻസ് ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ്. അപ്പം സർവത്ര ടോക്സിസിറ്റിയിൽ നിറഞ്ഞു മുങ്ങി കുളിച്ച് നിൽക്കുന്ന സമയത്ത് നിങ്ങളാണ് നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ കാവൽക്കാരൻ. നിങ്ങൾ വേണം ഒരു സ്റ്റെപ്പ് എടുക്കാൻ. ഈ ടോക്സിസിറ്റി റിമൂവ് ചെയ്യാൻ ഇന്ന് ശാസ്ത്രീയമായ മാർഗ്ഗങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. ഇതേപോലെ തന്നെ ബ്രെയിൻ ഫോഗിങ്, കൊച്ചുകുട്ടികളിൽ ഉണ്ടാകുന്ന ബ്രെയിൻ ഫോഗിങ്, അവരെ രാവിലെ സ്കൂളിൽ പോകാൻ റെഡി അല്ലാതിരിക്കുന്ന ഒരു മൊമെൻറ്റിൽ നമ്മൾ പറയും അവന് മടിയാണ്, കട്ടിൽ നിന്ന് എഴുന്നേറ്റിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ് എന്നുള്ളത്. ഓൾമോസ്റ്റ് ഇങ്ങനത്തെ കേസസിൽ ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അലൂമിനിയം ടോക്സിസിറ്റി വലിയൊരു വില്ലനായിട്ട് കാണാറുണ്ട്. ഞങ്ങൾ ടോക്സിസിറ്റി അനലൈസ് ചെയ്ത് കൃത്യമായി തന്നെ ഡീറ്റോക്സ് ചെയ്തതിൻ്റെ റിസൾട്ട് കാണുന്നവരാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ പറയുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ എങ്ങനെയാണ് എയർ ടോക്സിസിറ്റി അനലൈസ് ചെയ്യുന്നതെന്ന് ആയുഷ്മന്ത്രയുടെ ടീമിലുള്ള ഡോക്ടേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾക്ക് വേണ്ടി നമ്മളെടുക്കുന്ന ഏറ്റവും വലിയ സ്റ്റെപ്പായിരിക്കും അലൂമിനിയം യൂട്ടൻസിൽസുകളും അലൂമിനിയം പ്രോസസ്സ് ചെയ്യുന്ന ഫുഡിൻ്റെ കണ്ടെയ്നറുകളും ഉപേക്ഷിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഇതിന് ഏറ്റവും ഓപ്പോസിറ്റായൊരു മറുപടി, അല്ലെങ്കിൽ ഇതിനെ ഒന്ന് സ്വാധീനിക്കാൻ വേണ്ടി വരുന്ന ഒരു മറുപടി എന്ന് പറയുന്നത്, എല്ലായിടത്തും എന്ത് സാധനം മേടിച്ചാലും അലൂമിനിയം ഫോയിലാണ് കിട്ടുന്നത്, അല്ലെ അതിൻ്റെ ഒരു കവറിലാണ് കിട്ടുന്നത്. എല്ലായിടത്തും ഇതാണ് ഏറ്റവും അവൈലബിൾ ആകുന്നത് എന്നുള്ളതാണ്. ഈ അവൈലബിലിറ്റി ഏറ്റവും കൂടുന്നത് എന്ന് പറയുന്നത്, അതുപോലെ കേരളത്തിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം വളരെ കൂടുതലാണ്. പക്ഷേ തമിഴ്നാടിനെ അപേക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം അവിടെ വളരെ കുറവായിട്ട് തോന്നുന്നുണ്ട്. കാരണം അവിടെ എല്ലാവരുടെയും കയ്യിലൊരു കവറുണ്ടാവും. പലതും റീയൂസബിൾ ആയിട്ടുള്ള ബോട്ടിലുകൾ, റീയൂസബിൾ ആയിട്ടുള്ള റീസൈക്കിൾ ചെയ്യാവുന്നതായിട്ടുള്ള സാധനങ്ങൾ അവർ അവിടെ നടപടിയാക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ആരോഗ്യം നമ്മളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അപ്പോൾ അലൂമിനിയം ടോക്സിസിറ്റി മുൻപോട്ട് വരുന്ന ജനറേഷനിൽ, അതായത് ഇപ്പം വരെ നമ്മൾ കാണുന്നത് ഓട്ടിസം അല്ലെങ്കിൽ ഓട്ടിസ്റ്റിക് സിംറ്റംസ് ഉള്ള ചലഞ്ചുകൾ, അതായത് മൈൻഡ്, ബോഡി,
അലൈൻഡ് അല്ലാതെ വരുന്ന കമ്മ്യൂണിക്കേഷൻ ഡിസോർഡേഴ്സ്, ബിഹേവിയറൽ ഡിസോർഡേഴ്സ് ഒക്കെ വളരെയധികം കൂടുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ, അടുത്തൊരു ജനറേഷൻ അല്ലെ 2 ജനറേഷൻ കഴിഞ്ഞ് കഴിയുമ്പം നോർമൽ ബിഹേവിയറൽ പാറ്റേൺ ഇല്ലാത്ത ആളുകളെ കൊണ്ട് ഈ ഭൂമി നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ. അപ്പം നമ്മളുടെ അടുത്ത ജനറേഷന് വേണ്ടി നമ്മൾ എടുക്കേണ്ട ഒരു കൈത്താങ്ങാണ് ഈ ടോക്സിസിറ്റികളിൽ പലതും. അതിൽ ആദ്യത്തേത് അലൂമിനിയം ആവട്ടെ.